പ്രമുഖ നടന്റെ സഹോദരിയുടെ വിവാഹം പണമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് മോഹൻലാലിന്റെ അപ്രതീക്ഷിത കോൾ. കഴിഞ്ഞ ദിവസമായിരുന്നു നടന്റെ വിസ്മയം മോഹൻലാലിന്റെ 64-ാം ജന്മദിനം. വീട്ടുകാർക്കൊപ്പം കേക്ക് മുറിച്ചായിരുന്നു താരത്തിന്റെ പിറന്നാൾ ആഘോഷം. മുഖ്യമന്ത്രി പിണറായി വിജയനും മെഗാസ്റ്റാർ മമ്മൂട്ടിയും അടക്കം നിരവധി പേർ അദ്ദേഹത്തിന് ആശംസ അറിയിച്ചു. ഇതിനിടെ ലാലിനെ പറ്റി ഒരു അഭിമുഖത്തിൽ വന്ന ലേഖനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദാനശീലത്തെപ്പറ്റി ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒരു കൈ ചെയ്യുന്ന മറുകൈ അറിയരുത് എന്ന് പറയും പോലെ താൻ ചെയ്യുന്ന നന്മകൾ പരസ്യപ്പെടുത്തുന്നയാളല്ല മോഹൻലാൽ. നിരവധി സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പല സാഹചര്യത്തിൽ മോഹൻലാൽ സഹായിച്ചിട്ടുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. സഹായം ലഭിച്ച ചിലർ അത് പുറത്തു പറഞ്ഞെങ്കിലും താരം ഇതിനെപ്പറ്റിയൊന്നും ഒരക്ഷരം മിണ്ടിയില്ല. മോഹൻലാലിന്റെ സഹായം ലഭിച്ച ഒരാളായിരുന്നു ക്യാപ്റ്റൻ രാജു. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിന് കുറച്ച് പണത്തിന്റെ കുറവ് വന്നു. അറിയാവുന്ന പലരോടും ക്യാപ്റ്റൻ രാജു കടം ചോദിച്ചെങ്കിലും കിട്ടിയില്ല. മോഹൻലാൽ അടുത്ത സുഹൃത്തായിരുന്നെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നില്ല. തുടക്കകാലത്ത് ചെന്നൈയിലെ സാമീസ് ലോഡ്ജിൽ ഇരുവരും ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ രാജുവിന്റെ പ്രയാസങ്ങൾ ആരോ വഴി മോഹൻലാൽ അറിഞ്ഞു. തുടർന്ന് ക്യാപ്റ്റൻ രാജുവിനെ വിളിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമുള്ള പണം നൽകുകയും ചെയ്തു. എത്രയും വേഗം തിരിച്ചു തരാമെന്ന് ക്യാപ്റ്റൻ രാജു പറഞ്ഞപ്പോൾ തിരിച്ചു തരുന്ന കാര്യം ഞാൻ രാജുചായനോട് ചോദിച്ചോന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. എന്നാൽ ക്യാപ്റ്റൻ രാജു ആ പണം തിരികെ നൽകി. തനിക്ക് അടുപ്പമുള്ളവരോടൊക്കെ അദ്ദേഹം മോഹൻലാലിന്റെ സഹായത്തെ പറ്റി പറഞ്ഞെന്നും ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. 2 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം തൊണ്ടയൊന്നും ശരിയല്ല. പാറയിൽ ചിരട്ടിയിട്ട് ഉരയ്ക്കുന്ന സൗണ്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശബ്ദത്തിന് തീരെ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ കിടവുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ 2 ദിവസമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നീ വീഡിയോ ചെയ്യാതെ മടിച്ചിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. തൊണ്ടയൊക്കെ ഒരു വഴിക്ക് പോട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് കാണാം.